ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്താണ് എന്നതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബൈക്ക് ഓടിക്കുമ്പോഴാകട്ടെ, സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴാകട്ടെ, അടുക്കള ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ജോയിൻ്റ് ആണ് റിസ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മളിൽ ചിലർക്ക് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൈപ്പത്തിയിലോട്ടുള്ള വേദന, മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ചിലപ്പോൾ അത് കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ടായിരിക്കാം. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? ആർക്കൊക്കെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുവരുന്നത്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെ എക്സസൈസിലൂടെ ഇത് പരിഹരിക്കാം എന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ കൃപ പ്രമോദ്, ഫിസിയോതെറാപ്പിസ്റ്റ്, കോട്ടക്സ് പെയിൻ ആൻഡ് പെയിൻ കെയർ. നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിൽ 8 കാർപ്പൽ ബോൺസ് കാണപ്പെടുന്നുണ്ട്. ഈ 8 കാർപ്പൽ ബോൺസിന് മീതെയായി ഒരു ഫ്ലെക്സർ റെറ്റിനാക്കുലം എന്നൊരു ബാൻഡ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട്. ഈ കാർപ്പൽ ബോൺസും ഫ്ലെക്സർ റെറ്റിനാക്കുലം കൂടെ ഒരു ടണൽ പോലെയുള്ളൊരു സ്ട്രക്ചർ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ടണലിലൂടെയാണ് നമ്മുടെ കൈകളിലേക്കുള്ള മസിൽസിൻ്റെ ടെൻഡൻസും ബ്ലഡ് വെസൽസും നെർവ്സും പാസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു നെർവാണ് മീഡിയൻ നെർവ് എന്ന് പറയുന്നത്. ഈ മീഡിയൻ നെർവ് നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലുമാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടണലിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ ഓവർ യൂസോ കാരണം ഈ മീഡിയൻ നെർവിന് കംപ്രഷൻ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് വേദനയും തരിപ്പും വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുവരുന്നത്? കൂടുതലായും പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും തൈറോയ്ഡ് പേഷ്യൻസിനും പ്രഗ്നൻസ് ലേഡീസിനും ഇത് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതലായും കൈപ്പത്തിയിലോട്ട് വേദന, മരവിപ്പ്, അതുപോലെ തന്നെ കൈത്തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇത് രാത്രി കാലങ്ങളിലാണ് കൂടുതലായും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ശക്തമായി കുടയുന്ന സമയത്ത് ഇവർക്ക് വേദന കുറയുന്നതായും പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കൊരു കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ എന്ന് തിരിച്ചറിയുക? അതിനായി നിങ്ങൾക്ക് ഫാലൻസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് നടത്താം. അതുപോലെ തന്നെ റിവേഴ്സ് ഫാലൻസ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് നടത്താം. ഫാലൻസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കൈ ഈ ഒരു രീതിയിൽ മടക്കി വെക്കുക. 1 മിനിറ്റ് ദൈർഘ്യത്തിൽ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു തരിപ്പോ മരവിപ്പോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കാം. ഫാലൻസ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ഫാലൻസ് ടെസ്റ്റും ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഈ ഒരു രീതിയിൽ കൈ വെച്ച് നോക്കുക. 1 മിനിറ്റ് ദൈർഘ്യത്തിൽ പിടിച്ചതിന് ശേഷം കൈപ്പത്തിയിലോട്ട് വേദനയോ തരിപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കാം. ഇനി എന്തൊക്കെ എക്സസൈസുകളാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്യുക? ഫസ്റ്റ് എക്സസൈസ് ടെൻഡൻ ഗ്ലൈഡ് എക്സസൈസ് ആണ്. അതിനായി ആദ്യം കൈപ്പത്തി സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം വിരൽ പതുക്കെ മടക്കി കൊടുക്കുക. മൂന്നാമതായി കൈ മുഴുവനായി ചുരുട്ടുക. നാലാമതായി കൈവിരൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. പതുക്കെ കൈവിരൽ താഴോട്ടേക്ക് മടക്കുക. പിന്നെ മുകളിലോട്ട് ഉയർത്തുക. ഈ ഒരു എക്സസൈസ് 10 തവണ റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി നെർവ് ഗ്ലൈഡ് എക്സസൈസ് ആണ്. അതിനായി കൈപ്പത്തി സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം കൈപ്പത്തി പുറകോട്ട് കൊണ്ടുപോവുക. പിന്നെ തള്ളവിരൽ അകത്തി പിടിച്ച് കൈ ഫേസിനോട് തിരിക്കുക. അതിനുശേഷം തള്ളവിരൽ താഴോട്ടേക്ക് വലിച്ചു കൊടുക്കുക. ഇതൊരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. നെർവ് ഗ്ലൈഡ് എക്സസൈസിൻ്റെ രണ്ടാമത്തെ എക്സസൈസാണ്. കൈ ആദ്യമായിട്ട് സ്ട്രെയിറ്റ് പിടിക്കുക. അതിനുശേഷം കൈപ്പത്തി താഴോട്ട് വരുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായി തള്ളവിരൽ അകത്തി പിടിക്കുക. അതിനുശേഷം കഴുത്ത് ഓപ്പോസിറ്റ് ചരിച്ചു കൊടുക്കുക.
ഇതൊരു 3 to 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത എക്സസൈസ് മുട്ട് കുത്തിയിരിക്കുക, ഒരു കാല് മുമ്പോട്ടേക്ക് ആഞ്ഞിരിക്കുക, അതിനുശേഷം കൈ സൈഡിലോട്ട് കൊണ്ടുപോവുക. അടുത്തതായി കൈ പുറകിലോട്ട് കൊണ്ടുപോവുക. ഈ 2 എക്സസൈസും 3 to 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.